പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ മുന്നിൽ അറിവിൻ്റെ ഒരു നിറകുടം അല്ലെങ്കിൽ ഒരു ലൈബ്രറി, ഒരു വലിയ സർവകലാശാല എന്നൊക്കെ പറയാവുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറുണ്ട്. സാറിനോട് നമ്മൾ പലപ്പോഴായി പറയുന്നുണ്ട്, നമുക്ക് ഭാരതീയ ദർശനങ്ങൾ, വേദാന്തം ഇതൊക്കെ എന്താണെന്ന് പറയുന്ന ഒരു കോളം ABC-യിൽ ആരംഭിക്കണമെന്ന് 2-3 ആഴ്ചയായിട്ട് പറയുന്നുണ്ട്. രാധാകൃഷ്ണൻ സാർ ഇന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് ഇന്ന് തുടങ്ങാമെന്ന്. അപ്പോൾ വളരെ സന്തോഷം സാർ. സാറിൻ്റെ ഈ ഓഫർ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കൈമാറുകയാണ്. നമസ്കാരം. അപ്പോൾ വേദാന്തത്തെക്കുറിച്ച്, ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ ആഴ്ചയിൽ 1-2 തവണ സംസാരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ സനാതനധർമ്മം, മതം എന്താണ് എന്നൊക്കെ പറഞ്ഞ വലിയ ചർച്ചയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അന്നൊരിക്കൽ ചെയ്ത വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും സാറിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു അത്. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേദാന്തത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കില്ലാതെ, ക്ലാസ് മുറിയിലല്ലാതെ വളരെ സരളമായി പറയുന്ന ഒരു കോളാണല്ലോ നമ്മൾ ആലോചിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എൻ്റെ ചോദ്യം കൂടിയാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ശരിക്കും എന്താണ് സാർ ഈ വേദാന്തം? വളരെ ഉചിതമായ ചോദ്യമാണ്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയണം എന്ന ആഗ്രഹമുള്ളവരും എന്നാൽ അധികം പേരും അറിയാൻ ശ്രമിക്കാത്തതുമായ ഒരു കാര്യമാണ് വേദാന്തം എന്താണെന്നുള്ള കാര്യം. അതിന് പല കാരണങ്ങളുണ്ട്. ആളുകളുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. പലപ്പോഴും വേദാന്തത്തെക്കുറിച്ച് പറയുന്നത് ഒരു സാങ്കേതിക ഭാഷയിലാകെ കാരണം ആളുകൾക്ക് അതിനെ മനസ്സിലാക്കാൻ പ്രയാസം വരും, ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അല്ല, പ്രയാസം വരും, അവർക്കത് മനസ്സിലാകില്ല. സാങ്കേതിക ഭാഷയിൽ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അത് ആ വിഷയം ഗ്രഹിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. ആ സങ്കേതത്തിൽ ഉള്ളവർക്ക് സാങ്കേതികമായ കാര്യം മനസ്സിലാകൂ. അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ വേദം വരും, ഉപനിഷത്ത് വരും, ബ്രഹ്മസൂത്രം വരും, അതിൻ്റെ ആ വിവിധ വ്യാഖ്യാനങ്ങൾ വരും, ശങ്കരാചാര്യർ വരും, മാധ്വാചാര്യർ വരും, രാമാനുജാചാര്യർ വരും, മറ്റനേകം സന്യാസി പരമ്പരകൾ വരും, മറ്റനേകം വ്യാഖ്യാതാക്കൾ വരും. ഇങ്ങനെ അങ്ങോട്ട് പോകും. ഈ വേദം എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് വേദം. മനസ്സിലായില്ല അല്ലേ? സുനിൽ അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മളൊരു മേശയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. നമ്മളിരിക്കുന്ന ഈ മുറിയിൽ ഒരു മേശയുണ്ട്, കസേരയുണ്ട്, ഈ മുറിക്ക് ചുറ്റുപാടുണ്ട്, ഇതിനകത്ത് ലൈറ്റുണ്ട്, ഇതിന് പുറത്ത് ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി ഇങ്ങനെ പരന്ന് കേരളം കഴിഞ്ഞു പോകുന്നു, ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് പോകുന്നു, അതും കഴിഞ്ഞ് അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപരിക്കുന്നു. ഈ അനുഭവത്തിൻ്റെ ഈ ഏകകം ഉണ്ടല്ല നമ്മളിരിക്കുന്നു, അതാണ് വേദം. അത് വലിയ അറിവാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന സാമം, അഥർവം എന്ന് പറയുന്ന അതൊക്കെ 4 പുസ്തകങ്ങളാണ്. അല്ലല്ല, ഈ അനുഭവം, വേദം എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. അതുകൊണ്ടാണ് വേദത്തിന് സൃഷ്ടാക്കളില്ല, ദ്രഷ്ടാക്കളേ ഉള്ളു എന്ന് പറയാൻ കാരണം. കണ്ടവരാണ് പറയുന്നത്. കണ്ട ആർക്കും പറയാവുന്നതാണ് വേദം. അല്ല, കുറേ പേരെ മാത്രം കാണാൻ വേണ്ടി ചുമതലപ്പെടുത്തി അവർ കണ്ടു പറയാൻ പറയുന്നതല്ല. ദ്രഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ ഈ അനുഭവത്തെ അനുഭവിച്ച് അറിയുന്നവരാണ്. അനുഭവം നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അറിവിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ്, ഈ നിമിഷത്തിൽ നിന്നാണ്. ഞാനിരിക്കുന്നു, സുനിൽ ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്ന ഈ സ്റ്റുഡിയോക്കകം, ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന കെട്ടിടം, ഇതിന് പുറത്തുള്ള ജീവിതം, ഇതിന് പുറത്തുള്ള ഭൂമി, ഇങ്ങനെ പടർന്ന് പോകുന്ന ആ ഒരു വിശാലമായ അനുഭവ മണ്ഡലം. ആ അനുഭവ മണ്ഡലത്തെയാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളോ വേദഗ്രന്ഥങ്ങൾ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുഭവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്, നേർസാക്ഷ്യങ്ങളാണ്. ഞാൻ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ആ കാര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാലേ അത് നിങ്ങൾക്ക് വേദമാകുള്ളൂ, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് വേദമല്ല. വേദം എന്ന് പറഞ്ഞാൽ അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്നും അനുഭവത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, ഈ ഇരിക്കുന്ന കസേരയ്ക്ക് മുമ്പിലുള്ള ഈ മേശ മരം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നമ്മളൊക്കെ പറയും. നമുക്കത് മതി. പക്ഷേ ഒരു ഫിസിസ്റ്റിനോട് ചോദിച്ചാൽ എന്തു പറയും? അദ്ദേഹം പറയുന്നത് ഇത് ഊർജത്തിൻ്റെ സവിശേഷത്തിലുള്ള ഒരു സംഘാതത്തിൽ രൂപപ്പെട്ട ഒന്നാണെന്ന് പറയും. അത് ശരിയാണത്.
പക്ഷേ നമുക്കിത് മരം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നമ്മുടെ പറഞ്ഞാൽ അനുഭവത്തിൽ അതാണ്. നമ്മുടെ അനുഭവത്തിൽ അതാണ്. മറ്റത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മരം കൊണ്ടുണ്ടാക്കിയതാണ് അല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്, അതിനെ ഇങ്ങനെ കൂടി പറയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനുഭവത്തെ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ, അതിനൊരു ഭാഷയുടെ രൂപം കൊടുക്കേണ്ടി വരുമ്പോഴാണ് വേദമന്ത്രങ്ങളാകുന്നത്. അത് ദ്രഷ്ടാക്കൾ കണ്ടവർ പറയുന്നതാണ്, കാണാത്തവൻ പറയുന്നതല്ല. കണ്ടവരാണ് പറയുന്നത്. കണ്ടവൻ്റെ സാക്ഷ്യം നേർസാക്ഷ്യമാണ്. അപ്പോൾ കാണാനൊരു സംഗതി വേണ്ടേ? ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഇരിക്കുന്ന ഇത് തന്നെ. ഈ സംഗതി എങ്ങനെയുണ്ടായി? ഈ സംഗതി ഇതിനകത്തൊരു ചോദ്യം വരാവുന്നതാണ്. ഇതിവിടെ ഉണ്ട്, നമ്മൾ ആരും കൊണ്ടുവന്നതല്ല. നമ്മൾ ജനിച്ച് വീണപ്പോൾ ഇതിവിടെ ഇല്ലേ? ഉണ്ട്. നമുക്ക് മുൻപ് ഋഷികൾ ജനിച്ച് വീണപ്പോഴും ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാതെ പ്രപഞ്ചം ഈ ഋഷി വന്നതോടുകൂടി പ്രപഞ്ചം ഉണ്ടായതല്ലല്ലോ. ഏത് ഋഷി വരുന്നതിനും വ്യാസൻ ജനിക്കുന്നതിന് മുൻപേ പ്രപഞ്ചം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് വ്യാസൻ വന്നിട്ട് പ്രപഞ്ചം ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത്. വ്യാസൻ ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, അനാദിയായിരുന്നു. എന്ന് തുടങ്ങി എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മളിവിടെ വരുമ്പോൾ ഇതിവിടെ ഉണ്ട്. നമ്മൾ ഈ നിമിഷത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളും ആരംഭിക്കുന്നത്. ഇതിൽ നിന്ന് മുന്നോട്ടും പോകാം, പിന്നോട്ടും പോകാം. മുന്നോട്ടും പിന്നോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തും പിടിയും കിട്ടില്ല. പിന്നോക്കെ എവിടത്തോളം പോകാൻ പറ്റും? ഇപ്പോൾ സുനിൽ തന്നെ എടുത്തു നോക്ക്. സുനിലിൻ്റെ അച്ഛൻ, മുത്തച്ഛൻ, മുത്തച്ഛൻ്റെ മുത്തച്ഛൻ, തീർന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കറിയില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഓർമ്മകൾ എങ്ങും പോകുന്നില്ല. അതിനർത്ഥം ആ മുത്തച്ഛൻ്റെ മുത്തച്ഛന് ഒരു അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മുത്തച്ഛനുണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ല എന്നല്ല, നമുക്കത് അത്ര നമുക്കറിയില്ല എന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ കാണാവുന്ന കാഴ്ചക്ക് വലിയ പരിമിതികളുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്താണ്? ഈ ഇരിക്കുന്ന ഈ നിമിഷമാണ് നമുക്ക് ഏറ്റവും ഉറപ്പുള്ളത്. അതെ അതെ. കാരണം ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഭവത്തിൻ്റെ ഏകകമാണ് വേദത്തിൻ്റെ അടിസ്ഥാനം. ഈ അനുഭവം ആരുടെ അനുഭവം? എൻ്റെയും നിങ്ങളുടെയും അനുഭവം. അപ്പോൾ വേദം വർത്തമാനത്തിൽ മാത്രം അല്ല, വർത്തമാനത്തിൽ നിന്നേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. ഭൂതത്തിൽ നിന്ന് ആർക്കെങ്കിലും തുടങ്ങാൻ പറ്റുമോ? ഭൂതത്തിൽ നിന്ന് ആർക്കെങ്കിലും തുടങ്ങാൻ പറ്റുമോ? എവിടെ നിന്ന് തുടങ്ങുന്ന പറ്റില്ല. പക്ഷെ ഭൂതത്തിൽ നിന്ന് നമുക്ക് ഒരു എനർജിയൊക്കെ കിട്ടില്ലേ? അല്ല, എനർജിയൊക്കെ കിട്ടാം, പക്ഷെ തുടക്കം അവിടെ നിന്ന് പറ്റില്ല. തുടക്കം ഇവിടെ നിന്നാണ്, അച്ഛനിൽ നിന്നാണ് നമ്മൾ. ഞാൻ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, തീർന്ന്. അതുപോലും പലർക്കും അറിയില്ല. അല്ല, അറിയണമെന്നില്ല. കാരണം നമ്മുടെ ഓർമ്മ മങ്ങിപ്പോവും. അത്രയ്ക്ക് വലിയ കഴിവൊന്നും നമുക്കില്ലല്ലോ ഇതെല്ലാം അറിയാവുന്ന വിധത്തിൽ. അപ്പം അത്രയേ ഉള്ളൂ. അതിനർത്ഥം മുത്തച്ഛൻ്റെ മുത്തച്ഛന് അച്ഛനും അമ്മയും ഇല്ലാതിരുന്നു എന്നല്ല. അല്ല, നമുക്കറിയില്ല എന്നേ ഉള്ളൂ. നമുക്കറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഭൂതത്തിൽ നിന്ന് നമുക്കൊന്നും തുടങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ കാലത്തിൽ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങുന്നത് ഈ നിമിഷത്തിൽ നിന്നാണ്. നമ്മുടെ ലോകം ആരംഭിക്കുന്നത് നാം ജീവിക്കുന്ന ഈ നിമിഷത്തിൽ നിന്നാണ്. ആ നാം ജീവിക്കുന്ന ഈ നിമിഷത്തിൻ്റെ ഏകകമാണ് വേദത്തിൻ്റെയും ഏകകം. അനുഭവമാണ് വേദം. അപ്പോൾ ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ട് ആ വാക്യം നിങ്ങളുടെ അനുഭവവും അനുഭൂതിയും രണ്ടും ഉണ്ട്. അനുഭവത്തിൽ നിന്ന് തുടങ്ങി അനുഭൂതിയിലേക്ക് എത്തുകയാണ്. അത് ഞാൻ വിശദീകരിച്ച് പിന്നീട് പറയുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് തുടങ്ങി അനുഭൂതിയിലേക്ക് എത്തുകയാണ്. ആ അനുഭൂതിയിലേക്ക് എത്തുന്നതും വേദമാണ്, അനുഭവവും വേദമാണ്. അപ്പോൾ ഇത് ഈ മേശ മരം കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തെ നിഷേധിക്കാൻ ഒരാൾക്കും അധികാരമില്ല. പക്ഷേ ഇത് ഒരു ഊർജ സംഘാതമാണ്, അല്ലെങ്കിൽ കണികാ സംഘാതമാണ്. ആ കണികകൾക്കിടയിൽ അതിസൂക്ഷ്മമായ വിടവുകളുണ്ട്. ആ വിടവുകൾക്കിടയിൽ എന്താണ് സംഭവിക്കണമെന്ന് ആർക്കും അറിയില്ല എന്ന് ഒരു ക്വാണ്ടം ഫിസിസ്റ്റ് പറയുമ്പോൾ അതും അനുഭവമാണ്. അപ്പോൾ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണം എന്ന് പറയുന്നതാണ് വേദം. അപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകത്തെ, അല്ലെ ചുറ്റുമുള്ള ഈ യാഥാർത്ഥ്യത്തെ ഓരോരുത്തരും അവനവൻ്റെ ജ്ഞാനത്തിനനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജ്ഞാനം ഒന്നും വേണ്ടെന്ന് നിങ്ങളുടെ ഞാൻ മേശയായിട്ട് കാണുന്നു, ഒരു സയൻറ്റിസ്റ്റ് ഇതിനെ ആറ്റംസ് ആയിട്ട് കാണുന്നു. അല്ല, അതെ, സയൻറ്റിസ്റ്റ് പക്ഷേ ഇത് മേശയായിട്ട് കാണാതിരിക്കുന്നില്ല.
സയൻറ്റിസ്റ്റ് അണുസംഘാതത്തിന് പുറത്ത് വെച്ചിട്ടല്ല ആഹാരം കഴിക്കുന്നത്, മേശയുടെ പുറത്ത് വെച്ചിട്ട്, മേശപ്പുറത്ത് വെച്ചിട്ടാണ്. മനസ്സിലായി. അണുസംഘാതത്തിന് പുറത്ത് വെച്ച് ഞാൻ ആഹാരം കഴിച്ചു എന്ന് പറയില്ല, ഒരു സയൻറ്റിസ്റ്റും പറയില്ല. ടേബിളിൽ വെച്ച് കഴിച്ചതേ ഉള്ളൂ. മേശപ്പുറത്ത് വെച്ച് കഴിച്ചു. ആ മേശ ഒരു മരത്തിൻ്റെ മേശ ഉണ്ടായിരുന്നു, അതായിരുന്നു ഉൺമേശ, അവിടെ വെച്ച് കഴിച്ചു എന്നല്ലേ പറയുള്ളൂ. അതെ അതെ. അല്ലാതെ ഒരു അണുസംഘാതത്തിൻ്റെ പുറത്തിരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് കോമൺ സെൻസ് ഉള്ള ഒരാളും പറയുന്നില്ല. അങ്ങനെ പറയാനും സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ഇതല്ല എന്നല്ല, മറ്റതും ഉണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അയാളുടെ അനുഭവമാണ്, സൂക്ഷ്മമാണ് കുറേ. അപ്പോൾ നമുക്ക് അനുഭവവേദ്യമായ സംഗതിയാണ് വേദമെങ്കിൽ ചില ആളുകൾ വേദജ്ഞരും അല്ലാത്തവർ സാധാരണക്കാരും ആവുന്നത് അങ്ങനെയാണ്. എങ്ങനെ നമുക്ക് അനുഭവിക്കുന്നതാണല്ലോ വേദം എന്നാണല്ലോ സാറ് പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിത് മേശയാണ്, എനിക്കറിയാം. പക്ഷേ ഞാനൊരു വേദാന്തിയല്ല, വേദം പഠിച്ച ഒരാളല്ല എന്ന് പറയുന്നു. അപ്പോൾ വേദം പഠിച്ച ഒരാളും ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള ഒരു അതിർവരമ്പ് എവിടെയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനൊരു അതിർവരമ്പില്ല ഇന്ത്യൻ സംസ്കാരത്തിൽ. അതുകൊണ്ടാണല്ലോ ചാർവാകന്മാർ ഋഷിമാരായിട്ട് മാറിയത്. ചാർവാകന്മാരെന്താ പറയുന്നത്? ഈ കണ്ണുകൊണ്ട് കാണുന്നതേ ഉള്ളെന്നാണ്, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ചാർവാകൻ്റെ തത്വചിന്ത വളരെ ലളിതമാണ്. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും തൊലി കൊണ്ടും ഒക്കെ അറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്കുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്, ഇതുവരെ നമുക്കറിയാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി കുടിക്കുക, തിന്നുക, രമിക്കുക, മതിക്കുക. അതാണ് അവർ പറയുന്നത്. ചാർവാക ദർശനം അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല പറയുന്നത്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പോൾ ആരാണ് ഈ വേദ പണ്ഡിതർ എന്ന് പറയുന്നവർ? വേദ പണ്ഡിതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദത്തെ സാങ്കേതികമായി പഠിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരെയാണ് നമ്മൾ വേദപണ്ഡിതരെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആ വേദ സൃഷ്ടാക്കൾക്ക് ഒരു വേദം ഉണ്ടാകണമല്ലോ. അവർക്ക് ആ വേദം ഉണ്ടായതായിട്ട് നമുക്കറിയാമോ? ഇല്ല, അറിയില്ലല്ലോ. അവർക്കും അവർ വരുമ്പോഴും ഒരു പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഇനി ഇത് ഈ പുസ്തകത്തിൽ നിന്നാണ് ഈ അറിവ് കിട്ടുന്നത് എന്നുള്ളൊരു വളരെ തെറ്റായ ധാരണയാണ്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഏത് ഗ്രന്ഥം വായിച്ചിട്ടാണ് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം ഉണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ കേട്ടിട്ടുള്ള കഥ, ഒരു ആപ്പിൾ വന്ന് വീണു. അതെ, ആപ്പിൾ വന്ന്. അല്ല, അതിനു മുമ്പ് ഫിസിക്സിൻ്റെ എല്ലാ ടെക്സ്റ്റും വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, കാരണം ഈ ന്യൂട്ടൻ്റെ കാലത്തുള്ള ഫിസിക്സ് ടെക്സ്റ്റുകളിൽ എങ്ങും ഈ ഗുരുത്വാകർഷണ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ പുസ്തകത്തിൽ നിന്നല്ലല്ലോ, അനുഭവത്തിൽ നിന്നാണ്. അനുഭവത്തിൽ നിന്നാണ് അറിവ് എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നിന്നല്ല, അനുഭവമാണ് അറിവ്. വ്യക്തമായല്ലോ? വ്യക്തമായി. അനുഭവമാണ് അറിവ്. അറിവാണ് വേദം എന്ന് പറഞ്ഞാൽ അനുഭവമാണ് വേദം. നിങ്ങൾക്ക് അനുഭവമില്ലാത്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഇത് വേദമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. സോറി സാർ, മൈ എക്സ്പീരിയൻസ് ഈസ് ഡിഫറെൻറ്റ് പറയുമല്ലോ. അതെ അതെ, ഓണസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയും എൻ്റെ അനുഭവം അതല്ല. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതാണ് കറക്റ്റ് ആ കാര്യത്തിൽ. പഞ്ചസാരയുടെ കയ്പ്പ് അടിയന് ഇഷ്ടമാണ്. കാരണം തമ്പുരാൻ നിന്നുകൊണ്ട് പറയുന്നത് ഈ പഞ്ചസാരയൊക്കെ കയ്പ്പാണല്ലോ, പായസം ഇത് കയ്പ്പാണല്ലോ എന്ന് പറയുന്നു. അപ്പം നമ്പ്യാർ പറയണത് ഈ പഞ്ചസാരയുടെ കയ്പ്പ് അടിയന് ഇഷ്ടമാണെന്നാണ് പറയണം. കാരണം പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് അനുഭവം. ആ അനുഭവം ഇല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ശരിയല്ല. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ അനുഭവമാണ് അറിവ്. ഇതാണ് ഇപ്പോൾ അറിവ് തേടിയുള്ള സഞ്ചാരമാണോ വേദപഠനം? അല്ല, അറിവ് തേടിയുള്ള സഞ്ചാരം, അങ്ങനെ സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. ഇനി ഇവിടുത്തെ ഒരു ചോദ്യം വരുന്നത്, ഞാനും സുനിലും ഇവിടെ ഇരിക്കുന്നു, നമുക്കിതിനെ എങ്ങനെയെല്ലാം കാണാൻ കഴിയും? ആദ്യം വരുന്നത്, ഞാനും സുനിലും രണ്ടും രണ്ടാണ്. ഞാനും സുനിലും വ്യത്യസ്തമാണ്. ഞാനും സുനിലും ഈ മേശയും വ്യത്യസ്തമാണ്. ഈ കസേരയും എല്ലാം ഭിന്നങ്ങളാണ് എന്ന് പറയാം.
നമ്മുടെ എല്ലാ അനുഭവത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ്. കാണുമ്പോൾ തന്നെ ഞാനും സുനിലും ഒന്നാണെന്ന് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവമാണ് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ അനുഭവം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. വേറെയാണ് എന്നുള്ള തോന്നൽ, വേറെയാണ്, ഭിന്നമാണ് എന്നുള്ള തോന്നലിൽ നിന്ന് തന്നെയാണ് നമ്മുടെ അനുഭവത്തിൻ്റെ തുടക്കം. ഞാനും സുനിലും ഭിന്നരാണ് എന്ന് പറയുന്നതാണ് ദ്വൈതം. പക്ഷെ നമ്മൾ അദ്വൈതം എന്ന് പറയുന്നത് പറയട്ടെ ഞാനും സുനിലും ഭിന്നരാണ്, നമ്മൾ രണ്ടും രണ്ടാണ്. അങ്ങനെ നമ്മൾ രണ്ടും രണ്ടാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്കിടയിൽ പൊതുവിലൊന്നുമില്ല. അതെ, നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒന്നുമില്ല. ഞാനായിട്ടും സുനിലായിട്ടിരിക്കുന്നു, സുനിലിൻ്റെ വഴിക്ക് പോകുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഭിന്നരായി രണ്ട് വഴിക്ക് പോകുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയാൻ കഴിയില്ല. അറിയണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കിടയിൽ പൊതുവിലുണ്ടായിരിക്കണം. അതെ, വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ us? സമാനത വേണം. വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ? നമുക്ക് രണ്ടുപേർക്കും പൊതുവിൽ എന്തെങ്കിലും വേണം. ആ പൊതുവിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അറിയൂ, അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ ദ്വൈതം പറയുന്നത് നമുക്കിടയിൽ അങ്ങനെ പൊതുവിലൊന്നുമില്ല. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു വിജ്ഞാന ശാഖയായി വളർന്നു. മാധ്വാചാര്യരുടെ ദർശനം. മാധ്വാചാര്യർ നമ്മൾ ഇന്ത്യയിൽ പറയുന്നു. പക്ഷേ പാശ്ചാത്യ ലോകം മുഴുവനും ഈ സിദ്ധാന്തത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പ്ലേറ്റോയെ എടുക്കാം. പ്ലേറ്റോയുടെ ഗുരുവാണല്ലോ സോക്രട്ടീസ്. പ്ലേറ്റോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സോക്രട്ടീസ് അല്ല യഥാർത്ഥ സോക്രട്ടീസ് എന്നാണ്. അതായത് പ്ലേറ്റോ കാണുകയും അനുഭവിക്കുകയും ചെയ്തൊരു സോക്രട്ടീസ് ഉണ്ടല്ലോ. അതെ, പാവം മനുഷ്യൻ. ഒടുവിൽ വിഷം കഴിച്ച് മരിക്കേണ്ടി, ഒടുവിൽ നിർബന്ധ വിഷം, ഹെംലക്ക് എന്ന് പറയുന്ന വിഷം കൊടുത്തിട്ട് കൊല്ലപ്പെട്ട മനുഷ്യൻ, ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട മനുഷ്യൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചതായിട്ട് ഒരു തെളിവുമില്ല. അദ്ദേഹം ചോദിച്ചത് മുഴുവൻ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച്. എന്താണ് സത്യം, എന്താണ് നന്മ, എന്താണ് നീതി എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇങ്ങനെ ചോദിച്ച് പ്ലേറ്റോയെയും സെനാഫോണെയും ഒക്കെ പഠിപ്പിച്ച ഇവരുടെ ഗുരുവായ സോക്രട്ടീസ് യഥാർത്ഥ സോക്രട്ടീസ് അല്ല എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയുന്നത്? പ്ലേറ്റോ പറയുന്ന യഥാർത്ഥ സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെ ചിന്താലോകത്ത് അദ്ദേഹം ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതാണെന്നാണ്. ആ സോക്രട്ടീസിന് പ്ലേറ്റോ പറഞ്ഞത് എന്താ വെച്ചാൽ ദ വൈസസ്റ്റ് ആൻഡ് ജസ്റ്റസ്റ്റ് ഓഫ് ഓൾ മെൻ ഓഫ് ഗ്രീസ്. അങ്ങനെ ഒരാൾ ലോകത്ത് ജീവിച്ചിട്ടില്ലല്ലോ. നമുക്ക് കാണാനും തൊടാനും പറ്റില്ല. യു സെഡ് ഇറ്റ്. നമുക്ക് കാണാനും തൊടാനും പറ്റില്ല, അതാണ് ഈ പറഞ്ഞത്. നമുക്ക് അറിയാനേ കഴിയില്ല. നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത ഒരു സോക്രട്ടീസിനെ അറിയുന്ന സോക്രട്ടീസിൽ നിന്നും ഒരിക്കലും അറിയാൻ കഴിയാത്ത ഒരു സോക്രട്ടീസിനെ സൃഷ്ടിച്ചിട്ട് ആ സോക്രട്ടീസും ഈ ലോകവും രണ്ടാണ് എന്ന് പറയണ ആര് ചെയ്തത്? പ്ലേറ്റോ. അപ്പോൾ ഈ ഭിന്നത എന്ന് പറയുന്നത് ലോകത്ത് എന്നും ലോകത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ അറിവ് ആരംഭിക്കുന്ന സ്ഥലത്ത് ഈ ഭിന്നത വരുന്നുണ്ട്. അവൻ വേറെ, എൻ്റെ വേറെ, അവൻ വേറെ, ഞാൻ വേറെ എന്ന് വരുന്ന സ്ഥലത്തൊക്കെ ഈ ഭിന്നതയാണ് വരുന്നത്. എൻ്റെ എന്നും നിൻ്റെ എന്നും പറയുന്ന സമയത്ത് ഈ ഭിന്നത വന്നു കഴിഞ്ഞ് എൻ്റെ ലോകം, നിൻ്റെ ലോകം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ആ നമുക്കില്ലൊരു ലോകം എന്ന് പറയുന്നതാണ് ഭിന്നത. എനിക്കും നിനക്കും ലോകങ്ങളുണ്ട്, പക്ഷേ നിൻ്റെ ലോകം എന്തോ എന്ന് ഞാനും, എൻ്റെ ലോകം എന്തോ എന്ന് നീയും അറിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അറിയാത്തവരായിത്തീരും. ദ്വൈതമാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. ദ്വൈതമാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. ദ്വൈത സിദ്ധാന്തമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് ദ്വൈതം എന്ന് പറഞ്ഞാലേ വേദാന്തികൾ മാത്രം ഉപയോഗിക്കുന്നതല്ല, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആറ്റം വന്നു കഴിഞ്ഞാലോ, അണുവെടുക്ക്. ഒരണുവും വേറൊരണുവും, രണ്ട് അണുക്കളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്താണെന്ന് എങ്ങനെ അറിയും? സ്പേസ് അനന്തമാണല്ലോ. എവിടെ ഇത്രയാണെങ്കിലും അത്രയാണെങ്കിലും മുറിച്ചു കഴിഞ്ഞാൽ അനന്തമാണ്. അതെ അതെ. ഒരു നിമിഷം നിങ്ങളെടുത്ത് മുറിച്ച് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? ഒന്നിനെടുക്ക്, എന്നിട്ട് ആ ഒന്നിനെ ഇട്ടിട്ട് നിങ്ങൾ മുറിക്ക്. മുറിച്ച് അവസാനം ഒരു അണുവിലെത്തും. ഇല്ല, അനന്തതയിലെ ആ അണുവിനെ നിങ്ങൾക്ക് മുറിക്കാമല്ലോ. അണുവിനെ മുറിക്കുമ്പോൾ ഊർജ്ജമാണ് ഉണ്ടാവുക. അല്ല, അതിനെ മുറിക്കാമല്ലോ.
അപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ നമ്മുടെ മുമ്പിൽ കിടക്കുന്നു, ആ ഒറ്റ ലൈൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് 2 പോയിൻറ്റ്സ് നമ്മളെടുത്ത്, അതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഈ മറ്റേ ജോമെട്രിയിൽ സ്ട്രെയിറ്റ് ലൈൻ നിർവചിച്ചേക്കുന്ന ഷോർട്ടസ്റ്റ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, ഏറ്റവും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, 2 ബിന്ദുക്കൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നത്. നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മുറിച്ചു നോക്ക്, എവിടെ ചെന്ന് അവസാനിക്കും? അവസാനം അനന്തമായി തീരും. അനന്തമായിട്ട് തീരും. അനന്തം വന്നു കഴിഞ്ഞാൽ അജ്ഞാതമാണ്, അവർണ്ണനീയവുമാണ്, അറിയാനേ പറ്റില്ല. നിങ്ങളിത് അനന്തമാണ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. നമുക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ഈ വക കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ്, അതിൻ്റെ സാങ്കേതികത്വത്തേക്ക് പറയുന്നതിന് മുമ്പ് തുടക്കം ഇവിടെ നിന്നാണ്. അതെ, നമ്മൾ 2 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വഴികളാണ്, 2 ജീവിതങ്ങളാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് 2 പേർക്കും പരസ്പരം അറിയാൻ കഴിയില്ല. പരസ്പരം അറിയാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, ആശങ്കകളുണ്ടാവും. അല്ല, എനിക്ക് ഭീതി ഉണ്ടാകും. എന്തോ ഒരു ജീവി ഇരിക്കുന്നു, അവൻ എന്ത് എന്താണെന്നറിയില്ല. അതായത് ഈ ആബേലും കയ്യീനും ആദിമ സഹോദരങ്ങൾ, അതിൽ ഒരുത്തൻ മറ്റവനെ കൊന്നു. ആദാമിൻ്റെ സന്തതി, ആദിമ സന്തതികൾ. ഒരുത്തൻ മറ്റവനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ വിചാരണ നേരിടുകയാണ്. അപ്പോൾ നീ നിന്റെ സഹോദരനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ അവനെ ഞാൻ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അറിയുന്നില്ലെങ്കിൽ ഭീതി ജനിപ്പിക്കും. ഭീതി ജനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ വേറൊരുത്തനെ കൊല്ലുക എന്നല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാരണം അവൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവനെ കൊന്നു എന്നാണ് അവൻ പറഞ്ഞത്. ആദിമ സഹോദരങ്ങളിൽ ഒരുത്തൻ പറഞ്ഞത്, ആബേലും കയ്യീനും, അവനെ നീ എന്തിനു കൊന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനത് കൊന്നു, കാരണം എനിക്കവനെ അറിയില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ എന്ന്. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബൈബിളിൽ ചോദിക്കുന്ന ആവർത്തിച്ചുള്ള ചോദ്യമാണ്, ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ? യെസ്, യു ആർ ദ കീപ്പർ ഓഫ് യുവർ ബ്രദർ എന്ന് അൺകണ്ടീഷണലായിട്ട് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് ജീസസ് ക്രൈസ്റ്റാണ്. ബാക്കി ആരും അങ്ങനെ അൺകണ്ടീഷണലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നമ്മൾ 2 ഭിന്നരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നിൽ ഇങ്ങനെ ഇത് ജനിപ്പിച്ചുകൊണ്ടിരിക്കും, ഭയം ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഭയസഹിതമായൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും. പക്ഷേ മനുഷ്യരെല്ലാവരും ഭയസഹിതമായിട്ടല്ല ജീവിക്കുന്നത്. എന്തോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം അറിയാം എന്ന് സമ്മതിക്കേണ്ടി വരും. എന്തോ ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തു പറയും? നമ്മൾ ഭിന്നരാണെങ്കിലും നമുക്കിടയിൽ ചില കാര്യങ്ങൾ ഉണ്ട്. അതെ, പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭിന്നവുമാണ് അഭിന്നവുമാണ്. ഇതാണ് രാമാനുജൻ പറഞ്ഞ വിശിഷ്ട അദ്വൈത വേദാന്തം. എനിക്ക് തോന്നുന്നു നമ്മൾ നല്ലൊരു മുഖവുര നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞു, വിശിഷ്ട അദ്വൈത വേദാന്തം. അപ്പോൾ നമ്മൾ ഈ ഈ ദ്വൈതവാദത്തെക്കുറിച്ച് കേരളത്തിൽ പ്രബലമായ ഒരു വിഭാഗം ആളുകളൊക്കെ ദ്വൈതവാദികളായിട്ടുള്ള ആളുകളുണ്ട്. അല്ല, നമ്മുടെ എല്ലാ ഈ കേരളത്തിലെ നമ്പൂതിരിമാർ മുഴുവനും ദ്വൈതവാദികളാണ്. പ്രത്യേകിച്ച് ഗൗഡസാരസ്വത. അല്ല, ഗൗഡസാരസ്വതയല്ല, കേരളത്തിലെ നമ്പൂതിരിമാർ ദ്വൈതവാദികളാണ്. ആണോ? പിന്നെ അതെനിക്കറിയില്ലായിരുന്നു. അവരെല്ലാം ദ്വൈതവാദികളാണ്. അദ്വൈതയായിട്ടൊരു നമ്പൂരി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ശങ്കരാചാര്യർ എന്നാണ്. അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയാമല്ലോ. അതെ, പുറത്ത് പറയാൻ കൊള്ളില്ലല്ലോ, നാണക്കേടാണ്. അതെ, ഇവിടുന്ന് ഓടിച്ചു. അല്ല, അത് ഈ ശങ്കരാചാര്യരെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞിരിക്കുന്ന ഒരാൾ കുമാരനാശാനാണ്. ഈ കേരളത്തിന് എന്തെങ്കിലും മഹിമ അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യരുടെ ജന്മദേശം എന്നത് മാത്രമാണെന്ന് പറഞ്ഞേക്കുന്ന ആളാണ് കുമാരനാശാൻ. അപ്പോൾ കുമാരന് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരുന്നു. വേറെ അങ്ങനെ അധികം പേര് പറഞ്ഞതായിട്ട് സുനിൽ കേട്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാനും കേട്ടിട്ടില്ല. ശങ്കരാചാര്യർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു കുഴപ്പമാണ്. അങ്ങനെ ഒരു കുഴപ്പമില്ല. കേരളത്തിന് ആകെ അഭിമാനിക്കാവുന്ന ഒരു ജന്മമാണ്. ആ ജന്മസ്ഥാനം എന്ന നിലക്കാണ് കേരളത്തിൻ്റെ അഭിമാനം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞത് കുമാരനാശാനാണ്. അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ഇതാണ് വിശിഷ്ടാദ്വൈതം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നമുക്കൊരു സർവകലാശാലയിൽ നിന്നോ ഒരു പാഠപുസ്തകത്തിൽ നിന്നോ കിട്ടുന്ന അറിവുകളല്ല നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സാർ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാമല്ലോ, കേരളത്തിൽ കോളേജ് പ്രൊഫസറായിരുന്നു, സർവകലാശാലയുടെ പ്രത്യേകിച്ച് ശങ്കരൻ്റെ പേരിലുള്ള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു മഹാമനീഷിയാണ് നമ്മുടെ മുന്നിൽ വന്നിരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേദാന്തം, ഭാരതീയ ദർശനങ്ങളൊക്കെ പറയുന്ന ഈ പങ്ക്തി ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ നിന്ന് കേൾക്കുന്ന ഈ വിലയേറിയ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ തുടർന്നും ABC-യുടെ ഒപ്പം ഉണ്ടാവുക. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.